ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലിരിക്കുമ്പോൾ അവിടെ ഒരു വീടിനടുത്ത് ഒരു പ്രശ്നം അടിപിടി ഉണ്ടാവുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്നു ആ കുട്ടി. ഞാൻ ചോദിച്ചു, മോളുടെ പേരൊക്കെ ചോദിച്ചു, മോൾ എവിടെ പഠിക്കുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ആനാട് സ്കൂളിൽ പഠിക്കുകയാണ്, ഞാൻ അവിടുത്തെ SPC കേഡറ്റാണെന്ന്. കാരണം മറ്റുള്ള മുതിർന്ന ആൾക്കാരെല്ലാം മാറി നിൽക്കുന്ന സ്ഥലത്ത് ആ കുട്ടി ഓടി വന്ന് വളരെ സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി പോലീസിനോട് സംസാരിക്കുകയാണ്. അങ്ങനെയാകണം നിങ്ങൾ എല്ലാവരും SPC കേഡറ്റായി കഴിഞ്ഞാൽ, അല്ലേ? സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിലിടപെടുകയും അതിൽ നമ്മുടെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ മൂല്യച്യുതികൾ ഉയർത്തിപ്പിടിക്കുകയും വേണം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളോടുകൂടി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ കോളേജുകളിലോ സ്കൂളുകളിലോ അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലോ ഒക്കെ നിങ്ങൾ ഇനി എത്തിപ്പെട്ട് ഉയർന്ന ജോലി സമ്പാദിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരും മഹതികളും ആയി മാറേണ്ട വ്യക്തികളാണ് നിങ്ങൾ. സമൂഹത്തിൻ്റെ നമ്മുടെ ഭരണത്തിൻ്റെ ചക്രം വരെ തിരിക്കുന്നതിന് അവസരം നിങ്ങൾക്ക് തന്നെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ജീവിച്ചു വരുന്ന നിങ്ങൾ കോളേജിലായാലും ഉയർന്ന പഠനത്തിന് വേണ്ടി പോകുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി സമൂഹത്തിൽ കാണുന്ന ഒത്തിരി വാർത്തകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അല്ലേ? നമ്മുടെ വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടി, അല്ലേ, ക്രൂരമായ റാഗിങ്ങിന് ഇരയാകുകയും ആ കുട്ടി അവസാനം അവിടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവമുണ്ടായി. നമ്മുടെ കേരള സമൂഹത്തെ ആകെ എന്തു പറയാനോ, അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്തരത്തിലുള്ള ഒരു ക്രൂരമായ റാഗിങ് അവിടെ നടക്കുകയുണ്ടായി. അത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ കാലും കൈയും കെട്ടിയിട്ട് ക്രൂരമായി അതിനെ കോമ്പസിട്ട് കുത്തുകയാണ്. എന്നിട്ട് ആ കൊച്ചു അമ്മയെ അച്ചോ എന്ന് നിലവിളിക്കുമ്പോൾ അത് ലോഷൻ ഒഴിച്ചു കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. ഒരിക്കലും നമ്മുടെ കുട്ടികളാരും അങ്ങനെയായി മാറാൻ ഒരിക്കലും പാടില്ല. നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിലോ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺ സൂരാനോ മുടി വിരുത്തിടാനോ ഷൂ അഴിക്കാനോ എന്തു പറഞ്ഞാലും അത് റാഗിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നിങ്ങൾ ഉടൻ തന്നെ അവിടെ ആൻറ്റി റാഗിങ് കമ്മിറ്റി ഉണ്ടാവും, അവിടെ റിപ്പോർട്ട് ചെയ്യുക, പ്രിൻസിപ്പാളിനെ റിപ്പോർട്ട് ചെയ്യുക, അത് പോലീസിനെ അറിയിക്കുക. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പൊറപ്പിക്കാനേ പാടില്ല. അതെല്ലാം സഹിച്ച് ക്രൂരമായി അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ കുട്ടി മെൻ്റലി ഡിപ്രസ്ഡായി പോവുകയും കുട്ടി പിന്നെ ഭാവി ജീവിതം തന്നെ അതിൻ്റെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങൾ അവിടുത്തെ അധികാരികളെ അറിയിക്കേണ്ടതും, അത് അധികാരികളെ അറിയിച്ചിട്ട് നടപടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായി പോലീസിനെ അറിയിക്കാം. എപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാം തന്നെ ഒരു വിഭാഗം കുട്ടികൾ പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ SPC കുട്ടികളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടാകാനേ പാടില്ല. അങ്ങനെ ഉള്ള കുട്ടികളെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് അവരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് അവരെ നേരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും നിങ്ങൾ പ്രയത്നിക്കേണ്ടതാണ്. നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചിലപ്പോൾ പുകവലിച്ചു തുടങ്ങുകയും അതുപോലെ തന്നെ ബിയർ അടിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു തുടങ്ങുകയാണ്. ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മയോടോ ഒരു സ്നേഹം കാണത്തില്ല. അതുപോലെ തന്നെ അധ്യാപകരോട് ഒരു ബഹുമാനം കാണത്തില്ല. അധ്യാപകരെ എന്തു പറഞ്ഞാലും, അധ്യാപകരെ വഴക്ക് പറഞ്ഞാലോ കുറ്റപ്പെടുത്തിയാലോ നിങ്ങൾ അധ്യാപകരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക, മോശമായ രീതിയിൽ കാണുക. നിങ്ങൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരുമായിട്ടാണ്, അല്ലേ? നിങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന അധ്യാപകരാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന നിങ്ങളെയാണ്. നിങ്ങൾ രാവിലെ 7 മണിക്ക് ട്യൂഷനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ 7 മണിക്കോ 8 മണിക്കോ ആയിരിക്കും ട്യൂഷനും സ്കൂളിൻ്റെ പഠനവും കഴിഞ്ഞ് വീട്ടിൽ കയറുന്നത്. അതുവരെ നിങ്ങളുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും ട്യൂഷൻ മാസ്റ്ററും എല്ലാവരുമാണ്, അല്ലേ? അച്ഛനമ്മയും നിങ്ങളോട് സമയം ചെലവഴിക്കുന്ന ഇത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെ വഴക്ക് പറയുകയോ നിങ്ങളെ അടിക്കുകയോ അധ്യാപകർ ചെയ്താൽ അത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ നശിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകനും ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്യാറില്ല. അവർ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വഴക്ക് പറയും. എന്തിനാ? നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാ, കുറ്റിച്ചൽ സ്കൂളിലെ ഒരു കുട്ടിയെ പഠിക്കാത്തതിന് അവിടുത്തെ ക്ലർക്ക് എന്തോ പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഒപ്പിടാൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുട്ടി രാത്രി തന്നെ അവിടെ പോയിട്ട് സ്കൂളിൽ കയറി ഹാങ് ചെയ്തു, തൂങ്ങി മരിച്ചു, അല്ലേ? എന്ത് ദുഷ്കരമായ ഒരു സംഭവമാണ്. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മെൻ്റലി നമ്മളൊന്ന് ഡിപ്രസ്ഡായ നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒരു ഇതായി മാറുകയാണ്. ഒരിക്കലും നമ്മളങ്ങനെ മാറാൻ പാടില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനടിക്കും, അമ്മയടിക്കും, ടീച്ചർ വഴക്ക് പറയും. അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട് നമ്മൾ വളർന്നു വന്നാൽ നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറും, അല്ലേ? ടീച്ചർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറിനുള്ള ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വളർന്നു കഴിഞ്ഞാൽ ടീച്ചറിന് എന്തെങ്കിലും പ്രതികാരം തീർക്കാൻ നോക്കും.
ഈ കേരളി നെടുമങ്ങാടി കേരളി സ്കൂൾ, അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ടീച്ചർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പഠിക്കാത്തിനെന്തോ വഴക്ക് പറഞ്ഞതിന് കുട്ടികളെല്ലാം കൂടെ സംയുക്തമായിട്ട് എഞ്ഞത് ടീച്ചർ കാറിലാണ് വരുന്നത്. ടീച്ചറിന്റെ കാറ് കല്ലെടുത്ത് വെച്ച് മൊത്തം ഉരച്ച് വികൃതമാക്കി കളഞ്ഞ ആ കുട്ടികളെല്ലാം കൂടെ ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് തീർത്ത. ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ചും SPC കേഡറ്റായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടാകണം. നമ്മൾ ആരായി മാറണം, നമുക്ക് ആരാകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ബേണിംഗ് ഡിസയർ എപ്പോഴും ഉള്ളിലുണ്ടാകണം അല്ലേ. നമ്മുടെ ആരാധ്യനായ രാഷ്ട്രപതി മരണപ്പെട്ടു APJ അബ്ദുൽ കലാം പറയും എപ്പോഴും നമ്മൾ എന്താണ് സ്വപ്നം കാണണമെന്ന് അല്ലേ. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പൈലറ്റ് ആകണമെന്ന മോഹവുമായി പൈലറ്റിന്റെ ഇന്റർവ്യൂവിന് പോയി അല്ലേ. ഇന്റർവ്യൂവിന് പോയപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി ഇല്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഇന്റർവ്യൂവിനെ തള്ളി. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് എയർ ചീഫ് മാർഷലിനെ വിളിച്ചു. എനിക്ക് ഫ്ലൈറ്റ് പറത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് അദ്ദേഹത്തിനെ വിമാനം പറത്താൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആഗ്രഹം അല്ലേ. ഒന്ന് പോയാൽ ഒന്നിൽ നിന്ന് ചവിട്ടി ഉയർന്നു കയറുന്ന നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. അതുപോലെ നമുക്കറിയാം നമ്മുടെ മഹാനായ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അല്ലേ, സ്കൂളിൽ പഠിക്കുമ്പോൾ ആരാകണമെന്ന് ആ KR നാരായണനോട് അധ്യാപകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം 4 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന്. ആ മഹാനായ വ്യക്തി പഠിച്ച് അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറി, മലയാളി അല്ലേ, ഉടവൂർ ഗ്രാമത്തിലെ കോട്ടയത്ത്. അതുപോലെ ഡോക്ടർ BR അംബേദ്കർ അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ബൃഹത്തായ ഭരണഘടന, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ BR അംബേദ്കർ. അതുപോലുള്ള മഹാന്മാര വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കുക. നിങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരന്മാരായി നമ്മൾ സമൂഹത്തിൽ വളർന്നു വരിക. എല്ലാവരും നല്ല രീതിയിലുള്ള ജോലി സമ്പാദിക്കുക. അതുപോലെ തന്നെ വേറൊരു കേസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികളുമായി സൗഹൃദം കൂടാം. അതുപോലെ തന്നെ പെൺകുട്ടികളുമായി തോളിൽ കൈയിടുകയോ മറ്റ് ഏതൊരുവിധ വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. 18 വയസ്സിന് താഴെ. ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും ശക്തമായ നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളുടെ തോളിൽ കൈയിട്ട് കൗൺസിലിംഗ് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോക്സോ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടും. ഇന്ന് പോക്സോ നിയമത്തിൽ ശിക്ഷിക്കുന്നത് 100 വർഷം, 125 വർഷം, 75 വർഷമൊക്കെയാണ്. നിങ്ങൾ പത്രം നോക്കിയാൽ അറിയാം. ആ വ്യക്തി ഉറച്ചു നിന്നാൽ പ്രതിക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഏതൊരു ഇതിലും ചെന്ന് പെടാതിരിക്കുക. അതുപോലെ തന്നെ റാഗിംഗ് ആക്ട്, സമയം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെല്ലാം പോക്സോ ആക്ട്, റാഗിംഗ് ആക്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ, NDPS ആക്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും ഒരു ഡ്രഗ്സ് MDMA അതുപോലെ ഡ്രഗ്സുമായിട്ട് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും കുട്ടികളെ ഇത് ഉപയോഗിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചർ മൊത്തത്തിൽ പോയി. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഇത്തരത്തിലുള്ള ആക്ടുകൾ, പോക്സോ ആക്ട്, ഡ്രഗ്, അതുപോലെ NDPS, റാഗിംഗ് ആക്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയേണ്ട നിയമ സംവിധാനങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും നിയമ സംവിധാനം അനുസരിച്ച് ജീവിക്കണമെന്നുമാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്.